ലഹരിക്കടിമകളായവർ നാട്ടിൽ ഭീതി പരത്തുകയാണ്. യാതൊരു പ്രകോപനവുമില്ലാതെ അവർ ആരെയും ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യും. കഞ്ചാവ് ലഹരിക്കടിമയായ അക്രമി യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടലിലാണ് ഇടുക്കി കട്ടപ്പന നിവാസികൾ. ഗർഭിണിയായ ഭാര്യയെ കാണാൻ ഭാര്യ വീട്ടിലെത്തിയപ്പോഴാണ് കാഞ്ചിയാർ സ്വദേശി സുബിനെ അയൽവാസി ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. സംഭവത്തിന് പിന്നാലെ അറസ്റ്റ് ചെയ്ത പ്രതി ബാബുവിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ പിടികൂടാനെത്തിയപ്പോൾ ബാബു പോലീസിനെയും ആക്രമിച്ചിരുന്നു. കട്ടപ്പനയിലെ ഭാര്യ വീട്ടിലെത്തിയപ്പോഴാണ് കാഞ്ചിയാർ സ്വദേശി സുബുവിനെ അയൽവാസി കോടാലിക്ക് വെട്ടിക്കൊലപ്പെടുത്തിയത്. കട്ടപ്പന സുവർണഗിരിയിൽ ഗർഭിണിയായ ഭാര്യ ലിബിയെ കാണാനായാണ് വൈകിട്ടോടെ സുബിൻ ഇവിടെ എത്തിയത്. വഴിയരികിൽ കാർ പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇതുവഴി വന്ന അയൽവാസിയായ ബാബു അസഭ്യം പറഞ്ഞു. തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റമായി. ഇതിനു പിന്നാലെയാണ് ബാബു ഇയാളുടെ വീട്ടിൽ നിന്ന് കോടാലിയെടുത്ത് സുബിനെ അടിച്ചത്. അടികൊണ്ട് നിലത്ത് വീണ സുബുവിന്റെ തലയ്ക്ക് വീണ്ടും കോടാലി കൊണ്ട് ആഞ്ഞടിച്ചു. സുബുവിന്റെ ഭാര്യ സഹോദരിയുടെ മുന്നിൽ വെച്ചായിരുന്നു ആക്രമണം. വെട്ടേറ്റ് വീണ സുബുവിനെ വീട്ടുകാരും പ്രദേശവാസികളും ചേർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഇരുന്നപ്പം അവന്റെ ഈ സുബിൻ കാർ കൊണ്ടിട്ടു. സുബിന്റെ അമ്മായിപ്പനും ഫാദറിലോയും സുബിനും കൂടി ഇവിടെ വന്ന് അവർ വണ്ടി ഒതുക്കിയിട്ടേച്ച് അന്നേരത്തിന് ഞാൻ ഓർത്ത് ഒരു താഴോട്ട് വീട്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞു. ഞാൻ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോയപ്പം ഇവിടെ ആ സുബിൻ്റെ അനിയത്തി, ഭാര്യയുടെ അനിയത്തി അവിടെ വന്ന് കിടന്ന് ഒച്ചക്കിടന്ന് കാറി എൻ്റെ സുബിൻ ചേട്ടായി ഇതേ കൊല്ലിന് ഓടി വായുന്നുണ്ടെന്ന് കാണിപ്പം ഞാൻ ഓടി വന്നപ്പോഴത്തേനും അവൻ വെട്ടി കുടിച്ച് കിടക്കുകയാണ്. തലക്കെട്ട് വെട്ടേച്ച് കിടക്കുന്ന ഭാവമാണ്. ഞാൻ ഓടി വന്ന് പോയി എടുത്ത് കൊപ്പി മടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ചെവി കൂടെ മുട്ടി കൂടെ എടുത്തു വന്നു. ആള് അന്നേരം പോയി. ഇയാൾ സ്ഥിരമെന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടുകാർക്ക് ജീവിക്കാൻ മേലാത്ത അവസ്ഥ. വഴിയെ ഒരു മനുഷ്യർക്ക് നടക്കത്തില്ല, ഇവിടെയുള്ള അയൽവക്കക്കാർക്കൊന്നും ജീവിക്കത്തില്ല. ആകെപ്പാടെ ഇവൻ ഭയങ്കര ഒരു പ്രശ്നസന്ധ ഉണ്ടാക്കുന്നത്. എന്നെ തന്നെ കൊല്ലാൻ 2 പ്രാവശ്യം കല്ല് എടുത്തുകൊണ്ട് പുറകെ വരികയും ഞാൻ അവിടുന്ന് വണ്ടി കൊണ്ടിട്ട് എൻ്റെ അളിയൻ്റെ വീട് അവിടെ അളിയൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വണ്ടി കൊണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അവൻ പുറകെ കല്ല് കൊടുത്തിട്ടുണ്ട്. വലിയ കല്ല് കൊടുത്ത് എനിക്കിട്ട് എറിയാനായിട്ട് 2 പ്രാവശ്യം ഓങ്ങി. ഞാൻ അവകാശം തിരിഞ്ഞു നോക്കിയായിരുന്നു ഞാൻ രക്ഷപ്പെട്ടതാണ്. ആക്രമണത്തിന് ശേഷം വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ബാബുവിനെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതിയെ പിടികൂടാനെത്തിയ പോലീസ് സംഘത്തെ ബാബു ആക്രമിച്ചു. ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ഉദയകുമാറിന് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. തുടർന്ന് ബലപ്രയോഗത്തിലൂടെയാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. ലഹരിക്ക് അടിമയായ ബാബു ആളുകളെ ആക്രമിക്കുന്നതും അസഭ്യം പറയുന്നതും പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി.